ഗായ്സ്, വെൽക്കം ബാക്ക് ടു സ്റ്റാർ കപ്പിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സൺഡേ, അതായത് നമ്മുടെ ചോതിയുടെ അന്ന് നമുക്ക് ഒരു കല്യാണം ഉണ്ടായിരുന്നല്ലോ. സൺഡേ ഞായറാഴ്ച കല്യാണം, അതായത് സെപ്റ്റംബർ 8 ഞായറാഴ്ച കല്യാണങ്ങളുടെ നല്ലൊരു മുഹൂർത്തമുള്ള ദിവസമായിരുന്നു തോന്നുന്നുണ്ട്. അപ്പം അന്ന് നമുക്കൊരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ ആ കല്യാണത്തിന് പോയൊരു വിശേഷങ്ങൾ, കല്യാണം നമ്മുടെ പാലക്കാടായിരുന്നു കേട്ടോ. അപ്പോൾ അന്നത്തെ കല്യാണത്തിന് പോയ വിശേഷങ്ങളും അന്നത്തെ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളും ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ വിചാരിച്ച പോലെ നേരത്തെ എനിക്ക് എഴുന്നേൽക്കാൻ പറ്റിയില്ല കേട്ടോ. ഉണ്ണി കുറച്ച് നേരത്തെ 4 മണിക്ക് എഴുന്നേറ്റ് ബഹളമൊക്കെ കാരണം ഞാൻ എഴുന്നേൽക്കുമ്പോൾ 7 മണിയായിട്ടുണ്ടായിരുന്നു. ഞാൻ വരുമ്പോഴേക്കും അമ്മ പൂവൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ട്, അതുപോലെ കളം മെഴുകിൻ്റെ മിറ്റൊക്കെ അടിച്ച് വരിയുണ്ട്. അപ്പോൾ ഞാൻ നേരെ കുളി കഴിഞ്ഞ് വന്നു കേട്ടോ. കുളി കഴിഞ്ഞ് വന്നിട്ട് ഞാൻ വേഗം തന്നെ പൂവിടാൻ തുടങ്ങി. അപ്പോൾ സെൻറ്ററിലൊരു പച്ചയിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങി കേട്ടോ. അങ്ങനെ ഞാൻ ഇന്നെന്തായാലും ബാഗ് ഇട്ട് കഴിയണം, നമ്മൾ ഒന്നാമത്തെ ലേറ്റായി ഇടാൻ. അതേപോലെ തന്നെ നമുക്ക് കല്യാണത്തിന് പോകണം. 8 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്നാണ് വിചാരിച്ചത്. 7 മണിയൊക്കെ ആ സമയത്താണ് പൂ ഇടാതിരിക്കുന്നത്. പെട്ടെന്ന് കഴിയുമ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ട് വട്ടമായിട്ട് എല്ലാ കളറും പൂക്കളുള്ള കളറൊക്കെ അങ്ങനെ വെറുതെ വട്ടം ഇട്ട് വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ അത് ഇത്തിരി കട്ടിയിൽ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ വേഗം കഴിയാൻ വേണ്ടി ഡിസൈന് അതൊക്കെ ആക്കാൻ നിന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് നേരം പിടിക്കും. എനിക്ക് പൂക്കളിടാൻ കുറച്ച് ടൈം വേണം ഓരോ ഡിസൈനിൽ. ഞാൻ വളരെ സിമ്പിളായിട്ട് എന്തായാലും കല്യാണത്തിന് പോകേണ്ടതും കൂടി കാരണമാണ്. പിന്നെ എനിക്ക് മാത്രമല്ല, ഉണ്ണീനെയും ഒരുക്കണം, അതിൻ്റെ കാര്യങ്ങളൊക്കെ എടുത്ത് വയ്ക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വേഗം ഒരു വട്ടമിട്ടിട്ട് അവസാനിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ പൂക്കളത്തിൻ്റെ ഫൈനൽ ലുക്ക് കിട്ടാം. നമ്മൾ ജസ്റ്റ് വളരെ സിമ്പിളായിട്ട് എല്ലാവരും ഇടുന്ന പോലെ തന്നെ ഞാൻ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇത്രയുള്ളൂ നമ്മൾ ഇന്നത്തെ പൂക്കളം എന്ന് പറയുക. ഇത് നമുക്ക് കല്യാണത്തിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ അതേപോലെ നമ്മൾ അതൊക്കെ മുടക്കാണ്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ നേരെ അകത്തേക്ക് കയറി എൻ്റെ ചായ ആ പണികളൊക്കെ ചെയ്തു, ഒന്ന് അടിച്ചു വാരിയിട്ട് അതിന് ശേഷം ചായ കുടിക്കണം കേട്ടോ. ഞാൻ നേരെ വന്ന് നോക്കിയാണ് റൂമിൽ മോളെ എണീറ്റിട്ടുണ്ട്. അയ്യോ, പൂക്കളം കാണാണ്ട് ചേച്ചന്ന് പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞു. ഉറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഉറങ്ങി നോക്കിയപ്പോൾ ഒരുമാതിരി നോട്ടത്തോടു കൂടി എന്നെ നോക്കിക്കൊണ്ടിരിക്കട്ടെ. നിങ്ങൾ ഇന്ന് തന്നെ പൂക്കളിടാൻ വിളിച്ചില്ലാലേ എന്നൊരു മാതിരി നിഷ്കളങ്കമായ നോട്ടത്തോടു കൂടിയാണ് ഇരിക്കുന്നത്. അപ്പോൾ ആൾ 4 മണിക്ക് എൻ്റെ കളിയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 6:30 ആയപ്പോൾ ഉറങ്ങിയിട്ടാണ്. പിന്നെ ഞാനൊരു 7:30 ആയപ്പോഴാണ് വിളിക്കണത്. 7:45 അപ്പോഴാണ് ഞാൻ വിളിച്ചത്. അതിന് ശേഷം ഞങ്ങൾ കുളിച്ചൊരുങ്ങി അങ്ങനെ ഞങ്ങൾ പോവാണ് കേട്ടോ കല്യാണത്തിന്. നമുക്ക് പാലക്കാടാണ് കല്യാണം. അപ്പോൾ നമ്മൾ കുതിരാൻ്റെ അവിടെ എത്തിയിട്ടാണ്. അപ്പോൾ നമ്മളത് കുതിരാൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ളത് ഞാൻ വീഡിയോ എടുത്തില്ല. നമുക്ക് പോകുന്ന വഴിക്ക് കല്യാണത്തിന് സദ്യക്കുള്ള ഇലയൊക്കെ വാങ്ങിക്കണമായിരുന്നു. തൃശ്ശൂരിൽ നിന്നാണ്. അപ്പോൾ പാലക്കാടിനാണ് നമുക്ക് കല്യാണം, പക്ഷേ തൃശ്ശൂർ അവിടെ അവരെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളോട് പോകുമ്പോൾ പട്ടിക്കാട് നിന്ന് അതെടുക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളത് വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം നിൽക്കേണ്ടി വന്നു. അങ്ങനെ ലേറ്റായി. നമ്മൾ വീട്ടിൽ നിന്ന് കറക്റ്റ് 8:30 ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അത് വെയിറ്റ് ചെയ്യണമെന്ന് കാരണം കുറച്ച് ലേറ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഞാനതൊന്നും വീഡിയോസ് എടുത്തില്ല. അപ്പം എന്തായാലും നമ്മൾ കുതിരാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പെട്ടെന്ന് തന്നെ എത്തണമല്ലോ, സദ്യ കൊടുക്കാനൊക്കെ എത്തണമല്ലോ, എല്ലാം നമ്മളേതല്ലേ. അതുകൊണ്ട് നമ്മൾ വേഗം പോവാണ്. അപ്പം പിന്നെ ഉണ്ണി കയ്യിലിരുന്ന് ഉറങ്ങായിരുന്നു. അപ്പം പിന്നെ എനിക്കത് വീഡിയോസ് എടുക്കാൻ പറ്റില്ല. അപ്പം തന്നെ നമ്മളവിടെ ഒരു 11:30 ആയപ്പോൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ എത്തിയ പാടെ നമ്മുടെ ഉണ്ണി എഴുന്നേറ്റും. ആൾ പിന്നെ വണ്ടി കയറി കഴിഞ്ഞാൽ ഉറങ്ങും. വണ്ടിയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ വണ്ടി നിർത്തി കഴിഞ്ഞാൽ അപ്പം ആൾ എഴുന്നേൽക്കും. അങ്ങനെയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ പോണതൊക്കെ ഇത്തിരി ലോങ്ങായിരുന്നു. നമ്മൾ അവിടെ എത്തി. നമ്മൾ ജസ്റ്റ് ഒന്ന് അവിടെ ഇരിക്കുകയാണ്. ചെക്കനും പെണ്ണൊക്കെ അതേ സ്റ്റേജിൽ നിന്ന് ഫോട്ടോ എടുക്കലാണ് കേട്ടോ. കുഴപ്പമില്ല, ഒരു ചെറിയ ചെക്കന് ചെറിയൊരു പെണ്ണും. നമുക്ക് പെണ്ണിൻ്റെ ആയിരുന്നു കല്യാണം. അപ്പോൾ 2-4 ബാച്ചാണ് ഞാൻ പറയണം. എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. അവർ 2-4 ബാച്ച്, ചെക്കനത്തെ പെണ്ണിനത്തെ ചെക്കൻ എന്നൊക്കെ പറയും, അതേപോലെ ആയിരുന്നു. അപ്പോൾ അവർ ഫോട്ടോസ് എടുക്കണം, ഞങ്ങൾ ഫോട്ടോസ് എടുക്കാൻ വിളിച്ചു. പക്ഷേ ആ നേരത്ത് ഞാൻ എനിക്ക് വാരി കൊടുക്കാൻ പോയിരിക്കുന്നു. പിന്നെ വരുമ്പോഴേക്കും അവർ അടുത്ത പുറത്തേക്കും പിന്നെ ഫുഡ് കഴിക്കാൻ അങ്ങനെയൊക്കെ ടൈമായി. നമ്മളവിടെ എത്തുമ്പോൾ തന്നെ 11:30 ആയിട്ടുണ്ടായിരുന്നു. അത് അങ്ങനെ അവരൊക്കെ കഴിഞ്ഞപ്പോൾ ശേഷം ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി ഞാനും വിഷ്ണുവും ആദ്യം തന്നെ പോയിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ അന്ന് ഉണ്ണിനെ പിടിച്ചിരുന്നു. ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് കഴിക്കാമെന്ന് വെച്ചാൽ അപ്പോൾ ഞങ്ങൾ വേഗം ആദ്യമില്ല 2-3 പന്തിയിലാണ് ഞങ്ങൾ ഇരുന്നത്. അപ്പോൾ ഞങ്ങൾ ഇരുന്നു. അപ്പോൾ അതേ ഓരോന്നായിട്ട് വിളമ്പണം. അപ്പോൾ എനിക്കെന്ന് ചിങ്ങമാസമല്ലേ, ചിങ്ങമാസം നിറച്ച് കല്യാണങ്ങൾ നടക്കാം. അപ്പോൾ എനിക്കൊരു കല്യാണം സദ്യ ഉണ്ണണം എന്നുള്ള മോഹമായിട്ടാണ് ഞാൻ പോയത്. അവിടെ ചെന്ന് അതേ ചോറും കുറച്ച് 7 കൂട്ടം കറി അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ പായസം, പാലട പായസം കുടിക്കാൻ കുറേ നാളായി പാലടയൊക്കെ കുടിച്ചിട്ട്.
കല്യാണ സദ്യയും പായസം പാലട പായസം വെച്ചിട്ട് കുറേ നാളായി ആ ഒരു മോഹമൊക്കെ വെച്ച് ഞാൻ പോയതാണ്. പക്ഷേ അവിടെ ചെന്നപ്പോൾ എൻ്റെ എല്ലാ മോഹം തകർന്നു പോയി. സദ്യ എന്ന് പറയുന്നത് നമ്മൾ തൃശ്ശൂർക്കാരോ പാലക്കാട്ടുകാരുടെ സദ്യ കഴിക്കുമ്പോൾ നമുക്ക് ഇത്തിരി ഡിഫറൻസ് തോന്നും. അത് പാലക്കാട്ടുകാർ തൃശ്ശൂരിൽ വന്ന് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഡിഫറൻസ് തോന്നും. അപ്പോൾ കറികളിലൊക്കെ ഒരു വ്യത്യാസം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അവിയൽ കറിയിൽ അവിയൽ അവിടെ വെള്ള അവിയലായിരുന്നു, നമ്മുടെ അവിടെ മഞ്ഞ അവിയലല്ല ഉണ്ടാവും. അങ്ങനെ വ്യത്യാസം തന്നെയായിരുന്നു. ബാക്കി വലിയ വ്യത്യാസം ഒന്നുമില്ല. പിന്നെ കറികളിൽ വ്യത്യാസമുണ്ട്. പിന്നെ അങ്ങനെ ശേഷം എന്ത് ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ആവട്ടെ വെച്ച് അങ്ങനെ നമ്മൾ ചോറുണ്ടാൻ തുടങ്ങി. ചോറുണ്ട്, കറി, അത് കഴിഞ്ഞ് പായസം വന്നപ്പോൾ പാലടയല്ലായിരുന്നു, ഗോതമ്പായിരുന്നു. അപ്പം അങ്ങനെ എനിക്ക് മൊത്തത്തിലൊരു അമളി പറ്റി. അപ്പം നമ്മൾ ഇത് കഴിഞ്ഞ് തിരിച്ചു പോന്നു. തിരിച്ചു പോരുന്ന വഴിക്ക് നമ്മുടെ ഇവിടെ എത്തട്ടെ എന്താ പറയുക, ഗുഹയുടെ ഉള്ളിലേക്ക് എത്തുന്നതിന് മുന്നേ കണ്ട് അവിടെ മലയ്ക്കുള്ളിൽ കോട ഇറങ്ങണം. അപ്പം ഞാനത് ജസ്റ്റ് ഒന്ന് എടുത്തതാണ്. കോട വരുന്നതാണ്, നിറച്ച് കോടയാണ്. നമ്മൾ വരുമ്പോൾ അത്യാവശ്യം മഴയൊക്കെ ഉണ്ടായിരുന്നു. അത് നിറച്ച് കോട ഇറങ്ങുകയാണ് കേട്ടോ. അങ്ങനെ നമ്മളിത് കുതിരാൻ്റെ അവിടെ എത്താറായിട്ടുണ്ട്. നമ്മളിത് കണ്ട കുതിരാൻ്റെ ഗുഹയുടെ ഉള്ളിലേക്ക് കയറുന്നതാണ്. നമ്മളുള്ളിൽ കയറിയ വഴിക്ക് തന്നെ കറണ്ട് പോയിട്ടാണ്. അപ്പം ഞാൻ ആ ഗുഹയുടെ ഉള്ളിൽ വെളിച്ചാകെ ഇരുട്ടാവും. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ അങ്ങനെ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്.